നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ലക്ഷ്മിക്ക് എന്റെ മുന്നിൽ നേരാമണ്ണം ശ്വാസം കഴിക്കാൻ പോലും പേടിയായിരുന്നു. ഇന്നവള് എന്റെ മുന്നിൽ വന്ന് നിന്ന് പ്രസംഗിച്ചത് നീ കണ്ടില്ലേ? അവൾ പറഞ്ഞതുപോലെ പാറു 10 ലക്ഷമായിട്ട് വരുമോ? അവക്ക് വേണ്ടി കൈലാഷ് എന്തും ചെയ്യും. വലിയ കമ്പനി മുതലാളിയല്ലേ. 10 ലക്ഷം രൂപ അവന് വെറും മൂക്കിപ്പൊടി വാങ്ങിക്കാനുള്ള കാശാ. കാശുമായോ വരുമെന്നാ എനിക്ക് തോന്നുന്നത്. മുക്തയെ വിളിച്ചു ചോദിച്ചാൽ അറിയാം. ആ പ്രിയനും ചില്ലറക്കാരനല്ല. അതെ മുതലാളി. രുദ്രപ്രതാപൻ. ഓ, ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ, സുഖമാണോ മേഡം? കുഴപ്പമൊന്നുമില്ല. എന്തിനാ വിളിച്ചത്? പാറുവിന്റെ അച്ഛൻ പണയം വെച്ച ഒരു ഭൂമിയുടെ പേരിൽ ഇവിടെ ചെറിയൊരു കശപിശയൊക്കെ നടക്കുക. പ്രശ്നം തീരണമെങ്കിൽ അവൾ കാശുമായി വരണം. 10 lakhs അല്ലേ? ഞാൻ അറിഞ്ഞു. അവള് കാശുമായിട്ട് വരുമോ? അതറിയാനാ ഞാനിപ്പോ വിളിച്ചത്. കാശ് കൊടുത്ത് സഹായിക്കാൻ കൈലാഷ് ഉണ്ടല്ലോ. കാശിന് വേണ്ടി അവള് കൈലാഷിനെ കാണാൻ പോയി. അത് ഞാൻ നൈസായി ബ്ലോക്ക് ചെയ്തു. കൈലാഷിന്റെ മമ്മിയെ ഞാൻ വിളിച്ച് പറഞ്ഞു. ആന്റി അവളെ കാത് പൊട്ടുന്ന ചീത്ത പറഞ്ഞ് തിരിച്ചയച്ചു. ഇപ്പൊ കാശുണ്ടാക്കാൻ എന്താ ഒരു വഴിയെന്ന് ആലോചിച്ച് അന്തം വിട്ട് നടക്കുക. അല്ല, ആ പ്രിയനും അവളുമായിട്ട് നല്ല അടുപ്പത്തിലല്ലേ? പ്രിയൻ അവളെ സഹായിക്കോ? ചുരുങ്ങിയ സമയം കൊണ്ട് 10 lakhs അവൻ എങ്ങനെ കൊടുക്കാന്? ആ ഭൂമി കൈവിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളിക്കാനേ അവളെ കൊണ്ട് കഴിയൂ. എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി മേഡം. ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിക്കും. ഓക്കെ. മുക്ത മേഡം എന്ത് പറഞ്ഞു മുതലാളി? കാശുമായിട്ട് വരുമെന്ന് പാറു കള്ളം പറഞ്ഞതാ, ലക്ഷ്മിയെ സമാധാനിപ്പിക്കാൻ. ജനകൻ ചേട്ടൻ ഇവിടെ പ്രമാണത്തിൽ ഒപ്പുവെക്കുമ്പോ അവൾ അവിടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുമെന്നാ മുക്ത പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേണം ലക്ഷ്മിയോട് എനിക്ക് 4 പറയാൻ.